പറയാൻ കഴിയുന്നത്. ശരി, നമ്മൾ അങ്ങനെ ഈ തന്നെ മീറ്റിംഗ് ചെയ്യാം. ഈ ചർച്ചയൊക്കെ മാത്രവുമല്ല ചർച്ച അവസാനിപ്പിക്കുമ്പോഴേക്കും സാധ്യമായത് ഒരുപക്ഷെ തന്നെ നമുക്കൊരു നല്ല ഒരു വാർത്ത നിർണായക ലഭിച്ചേക്കും. ഇടപെടലാണ്. അത് ഫലവത്താകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ സജീവ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആക്ഷൻ കൗൺസിൽ അംഗമാണ് അദ്ദേഹം. ശ്രീ സജീവ് കുമാർ, താങ്കൾ വർഷങ്ങളായി ഈ വിഷയവുമായി ഇടപെടുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല യമനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബവുമായി നേരിട്ട് കുടുംബത്തിന്റെ പ്രതിനിധികളുമായി നടക്കുന്ന ചർച്ച എന്ന ഒരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല ഈ ഭരണകൂടത്തിന്റെ പ്രതിനിധി ഈ ചർച്ചയിലുണ്ട്. മാത്രവുമല്ല ഈ സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം എന്നത് താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതാണോ? ഒപ്പം ഈ അഡ്വക്കേറ്റ്സ് ആണോ അതോ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജിമാരെന്നും പറയുന്നുണ്ട്, അഡ്വക്കേറ്റ്സ് ആണെന്നും പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച എത്രമാത്രം പ്രധാനപ്പെട്ടതെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വളരെ കാര്യമായി പല രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ എന്ന ലോകത്ത് തന്നെ നമുക്ക് മുട്ടാവുന്ന എല്ലാ വാതിലുകളും മുട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങോട്ട് താഴെയുള്ള നമ്മുടെ നിമിഷപ്രിയയുടെ നാട്ടിലെ ആളുകളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയേറെ ബൃഹത്തായ ഒരു മൂവ്മെന്റ് ഒരു പക്ഷേ ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഒരു പ്രവാസിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനു മുൻപെങ്ങും ലോകത്ത് നടന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നില്ല. അത്രയേറെ ത്യാഗം സഹിച്ച് നൂറുകണക്കിന് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിന് പലപ്പോഴും നിങ്ങളൊക്കെ നേരത്തെ മുഹമ്മദ് അലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ യമനിലെ സാമൂഹിക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം അത് നമുക്ക് വലിയ തടസ്സമായിരുന്നു. ഒരുപക്ഷെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുടുംബത്തിലേക്ക് എത്തുന്നതിനും അതിന് ചർച്ചകൾ ഫലപ്രദമാക്കി വിജയിപ്പിക്കുന്നതിലൊക്കെ സാധിക്കുമായിരുന്നു. എന്നാൽ യമനിലെ ഒരു സാമൂഹിക സാഹചര്യം, അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ എല്ലാം കൂട്ടിപ്പണഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷമെല്ലാം ഇതിലേക്ക് വലിയ തടസ്സമായിരുന്നു. എന്നിരുന്നാലും നമ്മൾ സാധ്യമായ എല്ലാ വഴികളും നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. കുടുംബത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ പ്രാഥമിക ഇടപെടലുകൾ പല ഘട്ടത്തിലും നടത്തിയിരുന്നു. എന്നാൽ കുടുംബം കൂട്ടായി നമുക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിൽ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ എപി അബൂബക്കർ മുസല്യാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇടപെടലുകൾ അത് തീർച്ചയായും പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അത് വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഇന്ന് വൈകിട്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എപി അബൂബക്കർ കാന്തനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അദ്ദേഹവുമായിട്ട് കുറെ നേരം അതുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആശങ്കകളും എല്ലാം പരസ്പരം പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം അതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഒരുപക്ഷെ ഇതിനു മുൻപ് ആരും നടത്തിയിട്ടില്ലാത്ത വിധം വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഇത് തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല വാർത്ത നൽകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും എന്തായാലും നയതന്ത്ര തലത്തിൽ ഇടപെടലിന് പരിമിതികൾ ഉണ്ട് എന്ന് കേന്ദ്രം തന്നെ കോടതിയിൽ വ്യക്തം